ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കാണ്. വൈകുന്നേരത്തെ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ സ്വാദുള്ളതും ആരോഗ്യകരമായ ഒരു പലഹാരമാണ് ഇലയട. സാധാരണയായി ഉണ്ടാക്കുന്ന അടകളിൽ നിന്ന് വ്യത്യസ്തമായി മത്തങ്ങ കൊണ്ടാണ് ഇന്ന് ഇലയട ഉണ്ടാക്കുന്നത്. നാരുകളും വിറ്റാമിനുകളും ധാരാളം അടങ്ങിയ മത്തങ്ങയും ശർക്കരയുടെ മധുരവും തേങ്ങയും ഒക്കെ ചേരുന്ന ഈ വിഭവം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ 300 ഗ്രാം മത്തങ്ങ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി കഷ്ണങ്ങളാക്കി നുറുക്കി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നല്ലതുപോലെ ഉടയണമെന്നില്ല, പേസ്റ്റ് പരുവത്തിലൊന്നും ഉടയണ്ട. ഇനി ഇത് മാറ്റി വെച്ച് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ശർക്കര നീര് അരിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഇത് 1/2 കിലോ ശർക്കര 1 കപ്പ് വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് വേവിച്ചുടച്ചു വെച്ച മത്തങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ചിരകി വെച്ച 1 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. ഉള്ളിൽ ഫില്ലിങ് വെക്കണം എന്നുള്ളവർക്ക് അങ്ങനെ വെക്കാം. ഞാനിപ്പോൾ ഈ ഒരു എളുപ്പത്തിന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് നെയ്യാണ്. അതുകൂടി ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് മിക്സ് ചെയ്യണം. ഇനി ലാസ്റ്റ് ചേർക്കേണ്ടത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 കപ്പ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. എല്ലാം ഇളക്കി ഒന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് കൈകൊണ്ട് കുഴയ്ക്കാൻ പാകത്തിന് ഒരു ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് അട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. കൈ വെള്ളത്തിലൊന്ന് മുക്കി മാവിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഇലയിൽ വെച്ച് നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കണം. പരത്താൻ എളുപ്പത്തിന് കൈയൊന്ന് ഇടയ്ക്ക് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതുപോലെ മടക്കിയ ശേഷം മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള മാവും ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി ഇത് ആവിയിലേക്ക് വെച്ച് ഒരു 8 മുതൽ 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. വയ്ക്കുമ്പോൾ ഒരുപാട് തിക്കി നിറച്ച് വെക്കരുത്, വെന്ത് കിട്ടാൻ പ്രയാസമാകും. അപ്പോൾ നമ്മുടെ ഇലയുടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം.
അങ്ങനെ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി മത്തങ്ങ ഇലയുടെ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.